ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോ ഹെഡ് എന്ന ഡ്രാമയിലെ 13 എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ കാണിച്ചത് ജിജിയാന് പല്ലുവേദന ആയത് കാരണം ഡോക്ടറെടുത്ത് പോയതായിരുന്നു. ഡോക്ടർ നോക്കുന്നതെല്ലാം നിന്ന് നോക്കിക്കഴിഞ്ഞ് ജിജിയാൻ അവിടെ നിന്ന് വേഗം എണീച്ചു പോകുമ്പോഴാണ് ജിജിയാൻ എന്ന് വിളി കേൾക്കുന്നത്. അത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഡോക്ടർ മറ്റാരുമല്ല ലിങ് ആയിരുന്നു. അവനെ കണ്ട് അവൾ നെട്ടിയിരുന്നു. അവനോട് അവൾ ചോദിക്കുന്നുണ്ട്, എന്തേ തിരിച്ചു പോകാതെ ഇവിടെ തന്നെ ജോലി ചെയ്യുന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതാണ് എനിക്ക് ബെറ്ററായി എന്ന് തോന്നി എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് ലിങ് പറയുന്നുണ്ട്, നമ്മൾക്ക് സംസാരിക്കാം, എനിക്കിപ്പോൾ ഫ്രീ ടൈമാണ്. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, എനിക്ക് ഓഫീസിലേക്ക് പോകാൻ ടൈമായിട്ടുണ്ട്, ഞാൻ പോകാം, പിന്നെ സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞു ജിജിയാൻ അവിടെ നിന്ന് പോവുകയായിരുന്നു. ലിങ്ങിനെ ആരാ കാണാൻ വന്നു എന്ന് പോയി നോക്കുമ്പോൾ അത് സീഷോ ആയിരുന്നു. സീഷോ ലിങ്ങിനോട് പറയുന്നുണ്ട്, ജിജിയാൻ ഇപ്പോൾ പഴയ പോലും ഒന്നുമല്ല, അവൾ ഞങ്ങളോട് മിണ്ടുന്നൊന്നുമില്ല, നിന്റെ കയ്യിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അവളെ മിണ്ടിപ്പിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ലിങ് പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഒരു ഐഡിയയുമില്ല എന്ന്. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് നീ എൻ്റെ അടുത്തേക്ക് വരരുത്, എന്നെയും കൂട്ടോ എന്ന് ചോദിച്ച് എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവുകയാണ്. ജിജിയാൻ്റെ റൂമിൻ്റെ അടുത്തായിരുന്നു ലിങ് വീട് വാങ്ങിച്ചിരുന്നത്, അതും ചിങ്ലിങ്ങുമായി. ചിങ്ലിങ് ആ റൂമിൽ പോയി നോക്കുമ്പോൾ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിരുന്നു. ആരോ അവിടെ നിന്ന് കുളിക്കുന്നുമുണ്ടായിരുന്നു. ചിങ്ലിങ് വിചാരിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ ലിങ് വീട് മാറിയോ എന്നെല്ലാം നോക്കി വരുമ്പോഴാണ് ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നത്. അത് കണ്ടതും ചിങ്ലിങ് വേഗം മറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ചിങ്ലിങ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണ്? പക്ഷേ ചിങ്ലിങ്ങിനെ മനസ്സിലായ സീഷോ പറയുന്നുണ്ട്, ഞാനാണ് ഇവിടെ പുതുതായി താമസിക്കാൻ വന്നത്. അപ്പോഴാണ് സീഷോ ഒന്നുകൂടി ആലോചിച്ച് നോക്കുന്നത്. അവൻ്റെ ഫ്രണ്ടായിരുന്നു ഈ റൂം ബുക്ക് ചെയ്തത്. ഈ ഫ്രണ്ട് പറയുന്നുണ്ട്, ആരോ ബുക്ക് ചെയ്ത റൂമാണ്, അത് ഞാൻ കൂടുതൽ റെന്റ് കൊടുത്ത് നിനക്കായി എടുത്തതാണ് എന്നെല്ലാം പറയുന്നുണ്ട്. ആ കാര്യം ഓർമ്മ വന്ന സീഷോ ചിങ്ലിങ്ങിനോട് പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതെല്ലാം കേട്ട് ചിങ്ലിങ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ ക്രഷിന് വേണ്ടി വാങ്ങിയ റൂമായിരുന്നു, അവൻ ഇത് വാങ്ങിക്കൊടുത്താൽ എനിക്ക് നല്ലതായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ജിജിയാനെ ഏതോ ഒരു പുതിയ കടയിലേക്ക് സ്റ്റാറ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഒരാൾ വിളിച്ചിരുന്നു. അതിനായി ജിജിയാൻ അവിടേക്ക് പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു, മുഴുവൻ ഇരുട്ടായിരുന്നു. അവൾ വെല്ലെ അവിടേക്ക് പോയപ്പോൾ അവൾ ഡോറ് തുറന്ന് കയറിയതും അവിടെ ഫുൾ ലൈറ്റ് ഓൺ ആവുകയും അവൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളെല്ലാം നിരത്തിയുമിരുന്നു. ജിജിയാൻ്റെ ഫോൺ നിലത്ത് വീണപ്പോൾ അത് എടുക്കാൻ കുനിഞ്ഞി ജിജിയാൻ പിന്നെ എണീച്ചു നോക്കുമ്പോഴാണ് ജിജിയാൻ കാണുന്നത് അത് സീഷോയായിരുന്നു. സീഷോ ജിജിയാനോട് പറയുന്നുണ്ട്, സർപ്രൈസ്. എന്നിട്ട് സീഷോ പറയുന്നുണ്ട്, ഇതെൻ്റെ കടയാണ്, ഞാനാണ് നിന്നെ ഇവിടേക്ക് വിളിച്ചത്, വെറുതെ വിളിച്ചതാണ്, നിനക്ക് ഈ കേക്കെല്ലാം ടേസ്റ്റ് ചെയ്തു തരാൻ വേണ്ടി എന്നെല്ലാം പറഞ്ഞ് ജിജിയാനെ കൊണ്ട് കേക്ക് കഴിപ്പിക്കുന്നുണ്ട്. 2 പീസ് കഴിച്ചതിന് ശേഷം ജിജിയാൻ പറയുന്നുണ്ട്, എനിക്കിനി വേണ്ട, എനിക്ക് പല്ല് വേദനയാണ്, ഞാൻ ഇനി കഴിക്കില്ല, എന്നോട് ലിങ് ഇനി കഴിക്കരുത് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനോട് പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ജോലിയുണ്ട്, ഞാൻ അവിടേക്ക് പോകുകയാണ്, ബൈ. എന്നിട്ട് ജിജിയാൻ അവിടെ നിന്ന് പോവുകയാണ്. സീഷോയുടെ പ്ലാൻ എല്ലാം പാളിപ്പോയി എന്ന മുഖഭാവമിട്ടുമാണ് സീഷോ അവിടെ ഇരിക്കുന്നത്. ലിങ്ങിനോട് ചീലിങ് ആ റൂമിൽ പോയതെല്ലാം പറഞ്ഞിരുന്നു. ചീലിങ് പറഞ്ഞിട്ടുണ്ട്, അവിടെ 2 റൂമുണ്ട്, അവിടെ ഒരാളാണ് താമസിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ ടങ്സാനെ വിട്ട് പോയി ചോദിച്ചു നോക്കാം എന്നെല്ലാം പറയുന്നുണ്ട്. ലിങ് റൂമിലേക്ക് പോയപ്പോഴാണ് ജിജിയാൻ അവിടേക്ക് വരുന്നത്. ജിജിയാൻ അവിടെ വന്ന് പാടെ ലിങ്ങിനെയും സീഷയെയും കുറ്റം പറയുകയായിരുന്നു. അവർ 3 പേരോടും ജിജിയാൻ പറയുന്നുണ്ട്, എനിക്ക് 2 ബ്രദേഴ്സ് ഉണ്ട്, അവരെന്നെ ഒരുപാട് ഇപ്പോൾ ഇട്ട് ശല്യം ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ചീലിങ് അവിടെ ലിങ് ഉണ്ടെന്ന് പറയാൻ നോക്കുമ്പോഴും ജിജിയാൻ ഒന്നും മൈൻഡ് ചെയ്യാതെ അവരെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ജിജിയാൻ സോഫയിലേക്കൊന്ന് കിടന്ന് തിരിഞ്ഞു നോക്കുമ്പോഴായിരുന്നു അവിടെ ലിങ് ഉണ്ടായിരുന്നത് കാണുന്നത്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ
ആരോ വന്നത് കേട്ട് ശബ്ദം കേട്ട് ടങ്സാൻ അവിടേക്ക് മാറ്റി പിടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇവർ ആരും കാണാതെ സീഷോ ഡോറ് തുറന്ന് അകത്തേക്ക് കയറാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ടങ്സാൻ അവിടേക്ക് വന്ന് ഒരു പെന്ന് വെച്ച് അവനെ കുത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ദേഷ്യം പിടിച്ച സീഷോ അവളെ കൈത്തിന് കയറി പിടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുവന്ന ലിങ് അവൻ്റെ കൈത്തിനും പിടിക്കുന്നുണ്ട്. ജിജിയാനും ചീലിങ്ങുമാണെങ്കിൽ അവനെ അടിക്കാനും വരുന്നുണ്ട്. അത് കണ്ട ജിജിയാനും ചീലിങ്ങും ഒന്ന് നാണപ്പെടുന്നുണ്ട്. കാരണം അവൻ്റെ ക്രഷാണ് താമസിക്കാൻ പോകുന്നത് എന്നെല്ലാം ചീലിങ് സീഷോയോട് പറഞ്ഞിരുന്നല്ലേ. സീഷോ ജിജിയാൻ്റെ വീട്ടിലേക്ക് പോയി സംസാരിക്കുമ്പോഴാണ് സീഷോക്ക് ഓർമ്മ വരുന്നു ചീലിങ് പറയുന്നത്. അങ്ങനെ ചീലിങ് പറഞ്ഞ കാര്യം പറയാൻ പോയപ്പോൾ ചീലിങ് സീഷോയുടെ മേലേക്ക് വെള്ളമെടുത്ത് ഒഴിച്ച് അവനെ റൂമിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. എന്നിട്ട് സീഷോയോട് പറയുന്നുണ്ട്, നീ ഏറ്റവും ഈ കാര്യം പുറത്ത് പറഞ്ഞാൽ നിന്നെ ഞാൻ ആരും അറിയാതെ തട്ടും എന്നെല്ലാം പറഞ്ഞ് സീഷോയെ പേടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് സീഷോ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. സീഷോയുടെ വീട്ടിലേക്ക് സീഷോയും ലിങ്ങും വന്നതിന് ശേഷം സീഷോ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ഇവിടേക്ക് മാറുന്നത്? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ എന്തായാലും 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഇപ്പോൾ നീ ഇവിടെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുക എന്നെല്ലാം പറഞ്ഞ് ലിങ് അവിടെ നിന്ന് പോവുകയാണ്. ടങ്സാനും ജിജിയാനും ചീലിങ്ങിനും ഉറക്ക് വരാത്തത് കാരണം അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ജിജിയാൻ പറയുന്നു, എനിക്ക് ആദ്യമൊക്കെ എന്നെ ചേട്ടന്മാരെ കാണുമ്പോൾ ഒരുപാട് സംസാരിക്കാനുണ്ടാകും. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഒട്ടും സംസാരിക്കാനില്ല. ഞാൻ എന്താണ് ചെയ്യുക എന്നെല്ലാം ടങ്സാനോടും ചീലിങ്ങിനോടും ജിജിയാൻ ചോദിക്കുകയാണ്. അപ്പോൾ ടങ്സാൻ പറയുന്നുണ്ട്, നീ അതിന് കൂടുതലൊന്നും സംസാരിക്കാൻ, അവരെ കാണുമ്പോൾ ഹായ്, പോകുമ്പോൾ ബായ് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നെല്ലാം പറയുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ സീഷോയുടെ കഥയിൽ ആരോ മുട്ടുന്നത് കേട്ട് സീഷോ പോയി നോക്കുമ്പോൾ അത് ജിജിയാനായിരുന്നു. സീഷോ മെല്ലെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ജിജിയാൻ അവനോട് പറയുന്നുണ്ട് ഹായ്, പിന്നെ പറയുന്നുണ്ട് ബായ് എന്ന് പറഞ്ഞ് ജിജിയാൻ അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേട്ട് ചിരിച്ച് സീഷോ അവിടെ നിൽക്കുകയാണ്. ഒരു കുട്ടി ഡോക്ടറെ അടുത്ത് പോകില്ല എന്ന് പറഞ്ഞ് കരയുമ്പോൾ ലിങ് ഒരു കളിപ്പാട്ടമെടുത്ത് അത് അവളെ മുന്നിലേക്ക് നീട്ടി അവളെ കളിപ്പിക്കുന്നുണ്ട്. അതെല്ലാം അടുത്തുള്ള ഡോക്ടർ കണ്ടിരുന്നു. എന്നിട്ട് ആ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, എനിക്കും ആ കളിപ്പാട്ടം തരുമോ? എനിക്കും കുട്ടികളെ ഇങ്ങനെ വിളിക്കാലോ? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, പറ്റില്ല. ഇതാകെപ്പാടെ 4 എണ്ണം ഉള്ളായിരുന്നു. ഒന്ന് ഞാൻ ആ കുട്ടിക്ക് കൊടുത്തു, പിന്നെ ഒന്ന് നിന്റെ അനുജത്തിക്കാണ്, പിന്നെ എൻ്റെ അനുജൻ, പിന്നെ എനിക്ക് എന്ന് പറഞ്ഞ് ലിങ് അവിടെ നിന്ന് പോവുകയാണ്. സീഷോ അച്ഛനെ സർപ്രൈസ് ആക്കാൻ വേണ്ടി അവിടേക്ക് കയറിയപ്പോൾ അവൻ അച്ഛനെ കാണുന്നുണ്ട്. അച്ഛനെ കണ്ട് അച്ഛൻ അവനെ കണ്ട് ഒരുപാട് കരയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വീട്ടിൽ പോയി ഒരുപാട് സംസാരിക്കുന്നുമുണ്ട്. ലിങ്ങിൻ്റെ അച്ഛൻ്റെ പുറത്തായത് കാരണം ജിജിയാൻ വീട്ടിലേക്ക് പോകുമ്പോഴാണ് കുട്ടികൾ അവിടെ ചെളിയിൽ കളിക്കുന്നത് ജിജിയാൻ കാണുന്നത്. അത് കണ്ട് അവൾക്ക് പഴയതെല്ലാം ഓർമ്മ വരികയാണ്. അവർ ചെളിയിൽ കളിക്കാൻ വേണ്ടി സീഷോ ജിജിയാനോട് പുറത്ത് കയറാൻ പറഞ്ഞ് ജിജിയാൻ പുറത്ത് കയറുന്നുണ്ട്. എന്നിട്ട് അവൻ അവിടെ വികുന്നുണ്ട്. അപ്പോൾ ജിജിയാൻ പറയുന്നുണ്ട്, നീ കാരണമല്ലേ ഞാൻ വീണത് എന്നെല്ലാം അവൾ പറഞ്ഞതാലോചിച്ച് അവൾ ഇപ്പോൾ ചിരിക്കുകയാണ്. ജിജിയാൻ്റെ അച്ഛനും ലിങ്ങിൻ്റെ അച്ഛനും സീഷോ ഗിഫ്റ്റ്സ് എല്ലാം കൊടുക്കുന്നുണ്ട്, ജിജിയാനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ലിങ് വരുന്നത് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അവൻക്കൊന്നും കൊടുത്തില്ല എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ലിങ്ങിൻ്റെ അച്ഛൻ ലിങ്ങിൻ്റെ കഴുത്തുള്ള ആ പാട് കാണുന്നത്. ലിങ്ങിനോട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഒന്നുമില്ല. എന്നിട്ട് ലിങ് വിഷയം മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്, അച്ഛന് കാലൊടിഞ്ഞതുപോലും ഞാൻ അറിഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞില്ല. അപ്പോൾ സീഷോയും പറയുന്നുണ്ട്, അച്ഛന് കാലൊടിഞ്ഞോ? അത് ഞാനും അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ജിജിയാൻ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, അച്ഛന് കാലൊടിഞ്ഞെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഇങ്ങോട്ട് വരുമല്ലോ എന്നെല്ലാം പറഞ്ഞ് അവരെ വഴക്ക് പറയുന്നുണ്ട്. ലിങ് ഭക്ഷണമെടുത്ത് സീഷോക്ക് കൊടുക്കുന്നുണ്ട്. സീഷോ ഭക്ഷണമെടുത്ത് ലിങ്ങിനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവർ പരസ്പരം പറയുന്നുണ്ട്, ഇതാണ് ഞങ്ങളുടെ ഗിഫ്റ്റ്. ഇതെല്ലാം പറയുന്നത് ജിജിയാൻ ഉള്ളിൽ സന്തോഷിച്ചു കൊണ്ട് കേട്ടിരിക്കുകയായിരുന്നു. ജിജിയാന് വീട്ടിൽ പോകണമായിരുന്നു. അപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുകയാണ്, നീ സീഷോയുടെ കൂടെ പോ. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ വണ്ടി എടുത്ത് വരാം, വണ്ടി കാണുമ്പോൾ നിങ്ങളൊന്നും നെട്ടരുത്.
വണ്ടി കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ലിങ്ങും ജിജിയാനും. അവൻ വണ്ടി കൊണ്ടുവന്നതും അവർ ചോദിക്കുന്നുണ്ട്, ഈ പാട്ട വണ്ടി നിനക്ക് എവിടുന്ന് കിട്ടി എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ജിജിയാന് കോൾ വന്നത് കാരണം ജിജിയാൻ ലിങ്ങിനോട് പറയുന്നുണ്ട്, എൻ്റെ ബോയ് ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. അത് കേട്ടതും സീഷോ ലിങ്ങും നെട്ടിയിരുന്നു. എന്നിട്ട് ജിജിയാൻ അവിടെ നിന്ന് പോകുമ്പോൾ ജിജിയാൻ്റെ പുറകെ സീഷോയും പോകുന്നുണ്ട്. ജിജിയാനാണെങ്കിൽ ക്യാബിൽ കയറിയിട്ടും അവനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ജിജിയാനെ ഫോളോ ചെയ്തു പകുതിക്ക് വെച്ച് സീഷോയുടെ വണ്ടി സ്റ്റോപ്പായി പോകുന്നുണ്ട്. ലിങ് ആണെങ്കിൽ ജിജിയാനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ജിജിയാൻ അതൊന്നും അറിയുന്നില്ല. അവനെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പകുതി വഴി നിന്നുപോയ സീഷോ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവൻ്റെ അമ്മയെപ്പോലുള്ള ഒരാൾ പോകുന്നത് കാണുന്നത്. അവരെ കണ്ടതും സീഷോ ഓടിപ്പോകുന്നുണ്ട് അതിൻ്റെ അടുത്തേക്ക്. അത് കഴിഞ്ഞ് കാർ ദൂരത്തേക്ക് പോയപ്പോൾ സീഷോ അവിടെ നിന്ന് വിഷമിക്കുന്നുണ്ട്. ലിങ് ആണെങ്കിൽ ജിജിയാനെ കോൾ എടുക്കാത്ത വിഷമത്തിലുമാണ്.